إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ വസ്ത്രത്തിന്റെ കാര്യത്തിലും നമ്മുടെ ശരീരത്തിന്റെ കാര്യത്തിലും അങ്ങനെയുള്ള മറ്റു പല കാര്യങ്ങളിലും അതീവ ശ്രദ്ധയുള്ളവരാണ്. അതേറ്റവും നന്നായിരിക്കണം, ഭംഗിയുള്ളതായിരിക്കണം, കറകളഞ്ഞതായിരിക്കണം, ശുദ്ധിയുള്ളതായിരിക്കണം, വൃത്തിയുള്ളതായിരിക്കണം എന്നെല്ലാം വാശി പിടിക്കുന്ന ആളുകളാണ് പൊതുവെ നമ്മൾ ഓരോരുത്തരും, അതല്ലെങ്കിൽ മനുഷ്യർ. എന്നാൽ സഹോദരങ്ങളെ, എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമായ നമ്മുടെ ഹൃദയം, അതാണ് ഏറ്റവും നന്നായി നാം പരിഗണിക്കേണ്ടത്. അതിനെയാണ് ഏറ്റവും നന്നായി നാം ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും. അതിന് കേടുപാടുകൾ വരുന്നതും അതിന് കറകൾ ബാധിക്കുന്നതും അതിന് വല്ല പോറലും ഏൽക്കുന്നതും ഏറ്റവും നന്നായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, അലാ, നിങ്ങൾ അറിയുക, വ ഇന്ന ഫിൽ ജസദി മുദ്ഗ, ശരീരത്തിലൊരു മാംസകഷ്ണമുണ്ട്, ഇദാ സലഹത്, അത് നന്നായാൽ, സലഹൽ ജസദു കുല്ലുഹു, ശരീരം മുഴുവനും നന്നായി, വ ഇദാ ഫസദത്, അതെങ്ങാനും മോശമായി പോയാൽ, അതെങ്ങാനും കേടുവന്നു പോയാൽ, ഫസദൽ ജസദു കുല്ലുഹു, ശരീരം മുഴുവനും മോശമായി പോകും. അലാ, അറിയുക, വഹിയൽ ഖൽബ്, അത് ഹൃദയമാകുന്നു. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ നോക്കൂ നിങ്ങൾ. ശരീരത്തിലെ ഒരു ചെറിയ മാംസകഷ്ണം അത് നന്നായാൽ ഈ വലിയ ശരീരം മുഴുവനും നന്നായി. അത് കേടുവന്നാൽ ഈ ശരീരം മുഴുവനും നശിച്ചുപോയി, കേടുവന്നുപോയി എന്നാണ് അവിടുന്ന് ഉണർത്തിയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും മറ്റെല്ലാറ്റിനേക്കാളും അടിസ്ഥാനമായ ഈ ഹൃദയത്തിന്റെ കാര്യത്തിൽ അത് നന്നാക്കാൻ
പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു അതാ വിശുദ്ധ ഖുർആനിൽ യഹൂദികളെ കുറിച്ച് മുമ്പ് കിതാബ് കിട്ടിയ ആളുകളെ കുറിച്ച് പറഞ്ഞില്ലേ, സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക്. അല്ലാഹുവിന്റെ വേദഗ്രന്ഥം തൗറാത്ത് വന്നു കിട്ടി, ഒരുപാട് നബിമാർ അവരിലേക്ക് വന്നു. ആ നബിമാരിലൂടെ അള്ളാഹു ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു. അനേകം അനുഗ്രഹങ്ങൾക്ക് നടുവിലായിരുന്നു അവർ. എന്നിട്ടും അവർക്ക് സംഭവിച്ചത് അള്ളാഹു പറഞ്ഞു, സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക്. അതിനുശേഷം നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് കാഠിന്യം ബാധിച്ചു. ഹൃദയത്തിന് ബാധിക്കുന്ന രോഗമാണത്. ഹൃദയത്തിന് പ്രശ്നമുണ്ടാകുന്നതിന്റെ അടയാളമാണത്. ഹൃദയം തകർന്നു പോകുന്നതിന്റെ സൂചനയാണ് സഹോദരങ്ങളെ ഹൃദയത്തിന് കാഠിന്യം ഉണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മുഅ്മിനീങ്ങളെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് സമയമായില്ലേ? അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. അല്ലാഹു അവതരിപ്പിച്ചതിലേക്കും അവനുള്ള ദിക്റിലേക്കും മുഅ്മിനീങ്ങൾക്ക് കീഴൊതുങ്ങാൻ, പേടിയോടെ ഭയത്തോടെ അല്ലാഹുവിലേക്ക് മടങ്ങിച്ചെല്ലാൻ നേരമായില്ലേ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ എത്ര ശ്രദ്ധിക്കണം. മറ്റെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന, പരീക്ഷിക്കുന്ന, പരിശോധിക്കുന്ന നമ്മൾ പലപ്പോഴും ഇതിന്റെ കാര്യത്തിൽ അശ്രദ്ധയിലാണ്. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ മനോഹരമായ വാക്ക് നമുക്ക് കാണാം. അൽ ഖൽബു ഹുവൽ മലികു. ഹൃദയമെന്നാൽ അത് രാജാവാകുന്നു. വൽ അഅ്ളാഉ ജുനൂദുഹു. ശരീരത്തിലെ മറ്റു അവയവങ്ങൾ അതിന്റെ സൈന്യങ്ങളാണ്. ഫൈദാ സലഹൽ മലികു സലഹത് ജുനൂദുഹു. രാജാവ് നന്നായാൽ, ഭരണാധികാരി നന്നായാൽ അദ്ദേഹത്തിന്റെ സൈന്യവും നന്നായി തീരും. സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം നന്നാക്കാനുള്ള അനേകം ഇതുപോലെയുള്ള പ്രേരണകൾ, പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആനിലും സുന്നത്തിലും സഹാബത്തിന്റെ വാക്കുകളിലും നമുക്ക് കാണാം. ഇവിടെ സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഹൃദയത്തിന് പ്രശ്നമുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലായി. ഹൃദയത്തിന് രോഗമുണ്ടാകും. ഹൃദയം പല രൂപത്തിൽ തകർന്നു പോകും, നശിച്ചു പോകും. അതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഈ അവസരത്തിൽ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ഇത്തരം എല്ലാവിധ തിന്മകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, അതിലൊന്നാമത്തെ ഹൃദയത്തിന് ബാധിക്കുന്ന രോഗം, ഹൃദയത്തെ നശിപ്പിച്ചു കളയുന്ന രോഗം അൽ ഗഫ്ലതു, അശ്രദ്ധ എന്ന രോഗമാണ്. അശ്രദ്ധ എന്നത് യഥാർത്ഥത്തിൽ രോഗമാണ്. രോഗമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നും ശരീരത്തിന് രോഗങ്ങൾ ബാധിക്കാറുണ്ട്. ശരീരത്തിന്റെ രോഗമെന്നത് സഹോദരങ്ങളെ മരുന്നുകൾ കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും ചികിത്സിച്ചു ഭേദമാക്കാം. ഇനി കൂടിപ്പോയാൽ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകും, മരിച്ചു പോകും, അത്രേ ഉള്ളൂ. എന്നാൽ ഹൃദയത്തിന് ബാധിക്കുന്ന രോഗമെന്നത് അത് മരുന്നുകൾ കൊണ്ട് ചികിത്സിച്ചു ഭേദമാക്കാൻ സാധിക്കുകയില്ല. മാത്രമല്ല, ഹൃദയത്തിന് രോഗം ബാധിച്ചുകൊണ്ട് ഒരാൾ മരിച്ചുപോയാൽ അയാളുടെ ഈ ലോകം എന്നതുപോലെ തന്നെ പരലോകവും നശിച്ചു പോകും. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നാമത്തേത് അൽ ഗഫ്ല, അശ്രദ്ധ എന്നതാണ്. എന്താണ് സഹോദരങ്ങളെ അശ്രദ്ധ എന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള അശ്രദ്ധ, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള അശ്രദ്ധ, അല്ലാഹുവിന്റെ ദീനിലെ നിയമങ്ങളെ കുറിച്ചുള്ള അശ്രദ്ധ, ഇബാദത്തുകളെ കുറിച്ചുള്ള അശ്രദ്ധ, ഇതെല്ലാം ഗഫ്ലത്തിൽപ്പെട്ടതാണ്. ഇതൊരു മനുഷ്യന്റെ ഹൃദയത്തിന് ബാധിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി അവൻ തകർന്നു പോകും. എത്രത്തോളം എന്നാൽ അവന്റെ ഭൗതിക ദുനിയാവിന്റെ കാര്യം വരെ അവൻ വിസ്മരിച്ചു പോകും. ദുനിയാവിന്റെ കാര്യം വരെ മറന്നുപോകും. ദുനിയാവിന്റെ കാര്യത്തിൽ വരെ അവൻ അശ്രദ്ധയിലായി പോകുമെന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വലാ തകൂനു
കല്ലദീന നസുല്ലാഹ്, അല്ലാഹുവിനെ മറന്നവരെ പോലെ നിങ്ങളായി പോവരുത്. അല്ലാഹുവിനെ മറന്നാൽ, അല്ലാഹുവിനെ തൊട്ട് അശ്രദ്ധയിലായി പോയാൽ ഫഅൻസാഹും അൻഫുസഹും, അല്ലാഹു അവർക്ക് അവരുടെ കാര്യങ്ങൾ തന്നെ മറപ്പിച്ചു കളയും. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും പറഞ്ഞു, വലാ തകും മിനൽ ഗാഫിലീൻ, നീ അശ്രദ്ധാലുക്കളിൽ പെട്ടുപോകരുത്, അശ്രദ്ധയുള്ള ആളുകളിൽ നീ ഉൾപ്പെട്ടു പോകരുത്. അതുപോലെ അല്ലാഹു പറഞ്ഞു, വലാ തുതിഅ, നീ അനുസരിച്ചു പോകരുത്, മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ, നമ്മുടെ ദിക്റിനെ തൊട്ട് ഏതൊരുവന്റെ ഹൃദയമാണോ അശ്രദ്ധയിലായി പോയത് അവനെ നീ അനുസരിച്ചു പോകരുത്. നോക്കൂ, നിങ്ങൾ വ്യക്തിപരമായി ഓരോരുത്തരോടും അല്ലാഹു പറയുകയാണ്, നിങ്ങൾ അശ്രദ്ധാലുക്കളിൽ ഉൾപ്പെടരുത്. പിന്നീട് അശ്രദ്ധയിലായി പോയ ആളുകളോടൊപ്പം നിങ്ങൾ കൂടരുത്. അത്തരം ആളുകളെ നിങ്ങൾ അനുസരിച്ചു പോകരുത് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന. സഹോദരങ്ങളെ, എത്ര ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതുകൊണ്ട് സമയം കുറവാണ്. അശ്രദ്ധയിലായി ജീവിച്ചാൽ അവസാനം മരിക്കുന്ന സമയത്ത് വിലപിച്ചു പോയാൽ ആ വിലാപത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്നത് പലതവണ നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് അശ്രദ്ധയിലായി ജീവിക്കാൻ പാടില്ല. ആ അശ്രദ്ധ എന്നത്, പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിന് ബാധിക്കുന്ന രോഗമാണ്. അത് തിരിച്ചറിയുന്നവനാണ് ബുദ്ധിമാൻ. എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? നമ്മൾ പരിശോധിക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കണം. നാം ആത്മപരിശോധന നടത്തണം. നമ്മുടെ ഇബാദത്തുകൾ, അല്ലാഹുവുമായി ബന്ധപ്പെട്ട് അവനോടുള്ള ബാധ്യതകളിൽ നമ്മൾ എവിടെ നിൽക്കുന്നു? എന്താണ് നമ്മുടെ ഇബാദത്തുകളുടെ അവസ്ഥകൾ? അതെങ്ങനെയാണ് നാം നിർവഹിക്കുന്നത്? അതേത് രൂപത്തിലാണ്? ഈ പറഞ്ഞതൊക്കെ നമ്മൾ പരിശോധിക്കണം. ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതുപോലെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ വിചാരണ ചെയ്യുക. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുന്നേ, മരണാനന്തരം പരലോകത്ത് വിചാരണ ചെയ്യപ്പെടും, അതിലൊരു സംശയവുമില്ല. അതിനു മുന്നേ ആയുസ് അല്ലാഹു ബാക്കി തന്ന ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത് നമുക്ക് പരിശോധിക്കാനും തിരുത്താനും രക്ഷപ്പെടാനും സമയമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് രോഗമാണിത്. ശരീരത്തിന് ബാധിക്കുന്ന രോഗത്തെക്കാൾ പ്രശ്നമാണിത്. ഒരുവൻ അള്ളാഹുവിനെ കുറിച്ച് മറന്നാൽ, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് മറന്നാൽ, സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം മറന്നാൽ, പിന്നെന്തിനാണ് അവന്റെ ജീവിതം? എന്തിനാണ് പ്രിയമുള്ളവരെ അള്ളാഹു നമ്മെ പടച്ചത്? എന്തിനാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത്? ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അത് അള്ളാഹുവിനുള്ള ഇബാദത്തിന് വേണ്ടിയാണ്. ആ ഇബാദത്തുകൾക്ക് വേണ്ടി മാത്രമാണ് നാം സൃഷ്ടിക്കപ്പെട്ടത്. ബാക്കിയുള്ളതെല്ലാം അള്ളാഹു നമുക്ക് അതിന് സഹായകമായി നിശ്ചയിച്ചതാണ്. അത് തിരിച്ചറിയുന്നിടത്താണ് ഒരാളുടെ വിജയം. അള്ളാഹു വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അത വിശുദ്ധ ഖുർആനിൽ അശ്രദ്ധയിലായി പോവാതിരിക്കാൻ നമ്മെ വിളിച്ചിരിക്കുന്നു. വസാരിഉ, നിങ്ങൾ വേഗത്തിൽ മുന്നേറുക. അതുപോലെ അള്ളാഹു പറഞ്ഞു, സാബിഖു, നിങ്ങൾ മുന്നിട്ട് ചെല്ലുക. അലസമായി ജീവിക്കാനല്ല അള്ളാഹു നമ്മോട് കൽപ്പിച്ചത്, മറിച്ച് സാരിഉ സാബിഖു എന്നെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും നിങ്ങൾ വേഗത്തിൽ കുതിച്ചു മുന്നേറുക എന്നാണ് അള്ളാഹു പറഞ്ഞത്. സഹോദരങ്ങളെ, അതുകൊണ്ട് അശ്രദ്ധയിലായി ജീവിക്കാൻ നമുക്ക് സമയമില്ല. നമ്മൾ ഉണർച്ചയുള്ളവരായിരിക്കണം. നമ്മൾ വേഗത്തിൽ റബ്ബിലേക്ക് കുതിച്ചു മുന്നേറുന്നവരായിരിക്കണം. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. രണ്ടാമത്തെ ഹൃദയത്തിന് ബാധിക്കുന്ന രോഗം എന്നത്, സഹോദരങ്ങളെ, പാപങ്ങൾ, അദ്ദുനൂബ് വൽ മആസി എന്നതാണ്. തിന്മകൾ, പാപങ്ങൾ, ഇത് ഒരാളുടെ ഹൃദയത്തിന് ബാധിക്കുന്ന രോഗമാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, ഫമാ യൻബഗി അൻ യുഅലം അന്ന അദ്ദുനൂബ വൽ മആസി തദുർ, തിന്മകളും പാപങ്ങളും ഉപദ്രവമുണ്ടാക്കും
എന്നത് അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്. വലാ ബുദ്ധ, തീർച്ചയായും എന്തായാലും അത് ഉപദ്രവം ഉണ്ടാക്കും. അന്ന ദററഹാ ഫിൽ ഖൽബ്, ആ തിന്മയുടെ ദറർ, അതിന്റെ ഉപദ്രവം എന്നത് ഹൃദയത്തിന് കദററി സുമൂമി ഫിൽ അബ്ദാനി അലാ ഇഖ്തിലാഫി ദറജാതിഹാ ഫിൽ ദറർ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് അവന്റെ തിന്മകളും പാപങ്ങളും ഉണ്ടാക്കുന്ന ഉപദ്രവം എന്നത് ശരീരത്തിന് വിഷബാധ ഏൽക്കുന്നത് പോലെയാണ്. ഒരാളുടെ ശരീരത്തിന് ഏതെങ്കിലും രൂപത്തിൽ വിഷബാധയേറ്റാൽ എങ്ങനെയിരിക്കും? ഓരോ തിന്മയുടെയും വ്യത്യസ്ത അളവുകൾക്കനുസരിച്ച് ഹൃദയത്തിന്, ശരീരത്തിന് ബാധിക്കുന്നത് പോലെ വിഷബാധ ഏൽക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇത് സഹോദരങ്ങളെ എത്ര സത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. പാപങ്ങളെക്കുറിച്ച്, തിന്മകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ. അല്ലാഹു ദാ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, ദഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. കടലിലും കരയിലും കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണത്താൽ. ഈ ആയത്ത് പലപ്പോഴും ചില ആളുകൾ അർത്ഥം വെക്കാറുള്ളത്, കടലിലും കരയിലും ഭൂമിയിൽ കുഴപ്പമുണ്ടായി എന്ന് പറഞ്ഞാൽ അത് പാടങ്ങൾ നികത്തിയതിന്റെ അടിസ്ഥാനത്തിലും, അതുപോലെ മലകളും കുന്നുകളും ഇടിച്ചു നിരത്തി റോഡുകളും അതുപോലെയുള്ളതും ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കാലാവസ്ഥാ വ്യതിയാനമുണ്ടായി, അതാണ് അള്ളാഹു ഉദ്ദേശിച്ചത് എന്നാണ് പല സാധുക്കളും ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചു പറയാറുള്ളത്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ദഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ എന്നാൽ അള്ളാഹുവിന്റെ അദാബുകളെ കുറിച്ചാണ് പറഞ്ഞത്. സൽസലത്ത്, ഭൂകമ്പം, അതുപോലെ ഭൂമിയിലേക്ക് ആഴ്ന്നു പോകൽ, അതുപോലെ പേമാരി, പ്രളയം, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ കാര്യത്തിന്റെ ഉള്ളിൽ ഉൾക്കൊണ്ടിട്ടുള്ള, പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതാണ് അവിടെ ഉദ്ദേശം. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പ് കഴിഞ്ഞുപോയ സമുദായത്തിലേക്ക് അയച്ച ചില ശിക്ഷാ നടപടിക്രമങ്ങളാണ്. ആദ്യമായി അല്ലാഹു ഒരു സമൂഹത്തെ മുഴുവനും നശിപ്പിച്ചു പ്രളയത്തിലൂടെ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിനെ. അതിനുശേഷം ആദ് സമുദായത്തെ അല്ലാഹു ശിക്ഷിച്ചു, സമൂദ് ഗോത്രത്തെ അല്ലാഹു ശിക്ഷിച്ചു, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിനെ അല്ലാഹു ശിക്ഷിച്ചു. അങ്ങനെ ഒരുപാട് സമുദായങ്ങൾക്ക്, സമൂഹങ്ങൾക്ക് മേൽ അള്ളാഹുവിന്റെ ശിക്ഷകൾ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഈ രൂപത്തിലായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പാപങ്ങളും തിന്മകളും അത് നമ്മുടെ ഹൃദയങ്ങൾക്ക് ബാധിക്കുന്ന ഗുരുതരമായ, മാരകമായ രോഗമാണ്. ആ രോഗം ബാധിച്ചാൽ അതിന്റെ അനന്തര ഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അദാബ് അത് നമ്മെ പിന്തുടരുമെന്നത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. അത് വ്യക്തിപരമായ ജീവിതത്തിലാവട്ടെ, പൊതുവായി സമൂഹത്തിലുടനീളമാവട്ടെ, പാപങ്ങൾക്കുള്ള അനന്തര ഫലങ്ങളായി അള്ളാഹുവിന്റെ ശിക്ഷാ നടപടി ക്രമങ്ങൾ വരും എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും എല്ലാവിധ തിന്മകളിൽ നിന്നും കാത്തിരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, തിന്മകൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നും, ഞാനൊക്കെ ഇപ്പൊ എന്ത് തിന്മയാണ് ചെയ്യുന്നത്, ഞാനൊക്കെ എന്ത് വൻപാപം ചെയ്തിട്ടാണ്. എന്നാൽ സഹോദരങ്ങളെ, അത്തരം ഒരു നിർഭയത്വം നമുക്കുണ്ടാവേണ്ടതില്ല. നമ്മളൊന്ന് പരിശോധിച്ചു നോക്കൂ. പാപങ്ങൾ എന്ന് പറയുമ്പോൾ വൻപാപങ്ങളും ചെറുപാപങ്ങളും അടങ്ങിയ അനേകം പാപങ്ങളുണ്ട്. വൻപാപങ്ങൾ, 7 വൻപാപങ്ങൾ എന്നത് പൊതുവെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെട്ടാലും 7 അല്ല 70 അല്ല 700ഓളം വൻപാപങ്ങളുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും പണ്ഡിതന്മാർ സഹാബികളിൽ നിന്നും ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞത്. തിന്മകൾ ധാരാളമുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും നമ്മുടെ ചിന്തകളിലും ഉണ്ടാകുന്ന അനേകം കാര്യങ്ങൾ, അത് പലതും വൻപാപങ്ങളായിട്ടാണ് ഹദീസുകളും ആയത്തുകളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പ്രിയമുള്ളവരെ, തിന്മയായി ഭവിക്കാൻ വേണ്ടി ഒരുപാട് നമ്മൾ ചികഞ്ഞു പരിശോധിക്കേണ്ടതില്ല. അള്ളാഹുവുമായി ബന്ധപ്പെട്ട അവനോടുള്ള ബാധ്യതകളിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ ഒരു കൽപ്പന അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നിടത്ത് നമ്മൾ എവിടെയാണ്? അതുപോലെ തന്നെ നമ്മുടെ വാക്കുകളിൽ കടന്നു വരുന്ന കളവുകൾ, ഗീബത്ത്, ഏഷണി, പരദൂഷണം, അതുപോലെ തന്നെ പരിഹാസം, അങ്ങനെയുള്ള അനേകം കാര്യങ്ങളുണ്ട്. ആളുകളുടെ അഭിമാനത്തെ ഇടിച്ചു താഴ്ത്തൽ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ
ഇതെല്ലാം വാക്കുകളിൽ ഉണ്ടാകുന്ന വൻ പാപങ്ങളാണ്, ചെറിയ ചെറിയ കാര്യങ്ങളല്ല. അതുപോലെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാതാപിതാക്കളോടുള്ള നമ്മുടെ ബാധ്യതകളിൽ നാം എവിടെ നിൽക്കുന്നു? അവരോട് ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, ഛേ എന്ന് പറയരുത് എന്നാണ് അള്ളാഹു പറഞ്ഞത്. ആ ഛേ എന്നത് നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവുകയില്ല. അതിന്റെ അപ്പുറത്തേക്കാണ് നമ്മിൽ പലരും നമ്മുടെ മാതാപിതാക്കളോട് പെരുമാറുന്നത്. അത് വൻ പാപമാണ്, വലിയ പാപമാണത്. അതുപോലെ നമ്മുടെ മക്കളോടുള്ള, നമ്മുടെ ഭാര്യമാരോടുള്ള ബാധ്യതകളിൽ, തിരിച്ചു ഭാര്യമാർ ഭർത്താക്കന്മാരോടുള്ള ബാധ്യതകളിൽ എവിടെ നിൽക്കുന്നു? പരിപൂർണമാണോ? പരിശോധിച്ചു നോക്കൂ. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ തിന്മകൾ എണ്ണിയെടുക്കാൻ സാധിക്കും. ഇനി സഹോദരങ്ങളെ, നമ്മുടെ ഇടപാടുകളിൽ, കച്ചവട മേഖലകളിൽ, നമ്മുടെ സാമ്പത്തിക മേഖലകളിൽ നമ്മൾ പരിശോധിച്ചു നോക്കൂ. നമ്മൾ എത്രമാത്രം മികച്ചു നിൽക്കുന്നു എന്ന് നമുക്ക് കാണാം. അതെല്ലാം വൻ പാപങ്ങളാണ്. പലതും വലിയ വലിയ ഗുരുതരമായ തിന്മകളാണ്. ഇതൊക്കെ ഉണ്ടായാലും പിശാചി നമ്മളെ കൊണ്ട് പറയിപ്പിക്കും, അത്ര വലിയ പാപമൊന്നും ഇപ്പൊ ഞാൻ ചെയ്യുന്നില്ലല്ലോ. താഴേക്ക് നോക്കും നമ്മൾ. നിസ്കരിക്കാത്ത, നോമ്പ് നോൽക്കാത്ത, ദീനുമായി ബന്ധമില്ലാത്ത ആളുകളിലേക്ക് നോക്കിയിട്ട് നമ്മൾ പറയും, എന്തായാലും ഓനേക്കാൾ നല്ലല്ലേ ഞാൻ, എന്തായാലും അവനേക്കാൾ മുന്നേ ഞാൻ എന്തായാലും സ്വർഗത്തിൽ പോകൂലേ എന്ന നിർഭയത്വത്തിലായിരിക്കും നമ്മൾ പലരും. പ്രിയമുള്ളവരെ, അത് വലിയ അപകടമാണ്. അതുകൊണ്ട് തിന്മകൾ, പാപങ്ങൾ, അതിൽ ഒന്നുപോലും ജീവിതത്തിൽ അങ്ങനെ ഒരു തിന്മ പോലും സംഭവിക്കുകയില്ല എന്ന് ഉറപ്പ് കിട്ടിയിട്ടുള്ള നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 70 അതല്ല 100 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കുല്ലു ബനി ആദമ ഖത്താഉൻ, ആദമിന്റെ പുത്രൻ മനുഷ്യൻ ധാരാളമായി അബദ്ധങ്ങൾ പിണയുന്നവനാണ്. ഒരുപാട് തെറ്റുകൾ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ തിന്മകൾ, ആ പാപങ്ങൾ, അത് നമ്മുടെ ഹൃദയങ്ങൾക്ക് ബാധിക്കുന്ന കറയാണ് എന്നാണ് ഈ പറഞ്ഞു വന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗഫലത്തിൽ നിന്നും, പാപങ്ങളിൽ നിന്നും, തിന്മകളിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അശ്രദ്ധയും പാപങ്ങളും തിന്മകളും നമ്മുടെ ഹൃദയത്തിന് ബാധിക്കുന്ന രോഗങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. വളരെ വിശാലമായ കാര്യങ്ങളാണ്, വിഷയങ്ങളാണ് ആ പറഞ്ഞത്. ചുരുക്കി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ഈ പാപങ്ങളിൽ നിന്ന്, ഈ പ്രശ്നങ്ങളിൽ നിന്ന്, ഈ രോഗങ്ങളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കാൻ പ്രധാനമായും ആത്യന്തികമായി 2 കാരണങ്ങളാണ് പണ്ഡിതന്മാർ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. രോഗം മനസ്സിലായാൽ സഹോദരങ്ങളെ, ആ രോഗത്തിനുള്ള ചികിത്സ കൂടി നമ്മൾ തേടേണ്ടതുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിലൊന്നാമത്തേത്, ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്ന ഒന്നാമത്തെ കാര്യം തദക്കുറുൽ ആഖിറ, പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നതാണ്. മരണശേഷം ആദ്യമായി ചെന്നു കിടക്കാനുള്ള ഖബർ, ആ ഖബറിന് ശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പ്, അതിനുശേഷം അള്ളാഹുവിന്റെ മുന്നിൽ ചെന്നു നിൽക്കുന്ന ആ രംഗം, അങ്ങനെ അവിടുന്ന് വിചാരണയുണ്ട്, കണക്ക് നോട്ടമുണ്ട്, കർമ്മങ്ങൾ, മീസാനിൽ തുലാസിൽ ഭാരം തൂക്കലുണ്ട്, സിറാത്ത് എന്ന പാലം കടക്കാനുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഒന്നല്ലെങ്കിൽ സ്വർഗത്തിലേക്ക്, അതല്ലെങ്കിൽ നരകത്തിലേക്ക്
ഈ പറഞ്ഞ വരാനിരിക്കുന്ന പരലോകം, അതിനെക്കുറിച്ച് പ്രിയമുള്ളവരെ നാം ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിലൂടെ പറഞ്ഞില്ലേ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അദീം, തീർച്ചയായും അന്ത്യനാളിന്റെ പ്രകമ്പനം അത് വളരെ കഠിനമാണ്. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത്, ആ ദിവസം മുലയൂട്ടുന്ന സ്ത്രീ തന്റെ കുട്ടിയെ വലിച്ചെറിയുന്ന, അതിനെ തൊട്ട് അശ്രദ്ധയിലായി പോകുന്ന ദിവസമാണത്. വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ, ഗർഭിണിയായ പൂർണ്ണ വയറുള്ള സ്ത്രീ ഈ പ്രകമ്പനം കാരണത്താൽ പ്രസവിച്ചു പോകുന്ന ദിവസമാണത്. വതറന്നാസ സുകാറ, ജനങ്ങളെ നിനക്ക് കാണാം, അവർ മത്തുപിടിച്ചതുപോലെ ആയിരിക്കും, അവർ ലഹരി ബാധിച്ചതുപോലെ ആയിരിക്കും. വമാ ഹും ബിസുകാറ, വാസ്തവത്തിൽ അവർ ലഹരി ബാധിച്ചവരോ മത്തുപിടിച്ചവരോ അല്ല. വലാകിന്ന അദാബല്ലാഹി ശദീദ്, മറിച്ച് അല്ലാഹുവിന്റെ അദാബ്, ശിക്ഷ എന്നത് അത് കഠോരമാണ്. പ്രിയമുള്ളവരെ, ഒരു ഖിയാമത്ത്, ഒരു അന്ത്യനാൾ, യൗമുൽ ആഖിർ വരാനുണ്ട്. നമ്മൾ ഓരോരുത്തരും മരിക്കുന്നതിലൂടെ തന്നെ നമ്മുടെ ഖിയാമത്ത് ആരംഭിച്ചു. അതുവരെ കാണാത്തത് മുഴുവനും പലതും നമ്മൾ കാണും. ഓരോരുത്തരുടെയും മരണത്തിലൂടെ അവന്റെ ആദ്യത്തെ ഖിയാമത്ത് ആരംഭിച്ചു. പിന്നീട് വരാനിരിക്കുന്ന ഏറ്റവും വലിയ ഖിയാമത്തുണ്ട്. അതിനെക്കുറിച്ച് നാം ചിന്തിക്കുക. റബ്ബിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്ന ആ നൃത്തം, അതിനെക്കുറിച്ച് സദാസമയം നമ്മൾ ചിന്തിച്ചാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിന് കേടുവരാതെ ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കും. കാരണം ഏത് സമയത്തും ഈ യൗമുൽ ആഖിറിലേക്ക് മടങ്ങി പോവേണ്ടവരാണ് നമ്മൾ. അതാണ് ഒന്നാമത്തെ കാര്യം, പരലോകത്തെ കുറിച്ച് ചിന്തിക്കുക. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, തദക്കുറുൽ മൗത്ത്, മരണത്തെക്കുറിച്ച് ചിന്തിക്കുക. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, അല്ലാഹു പറഞ്ഞില്ലേ, എല്ലാ ആത്മാവും മരണം രുചിച്ചറിയും. ആ മരണത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. അടുത്ത നിമിഷം നമ്മളായി പോകുമോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മലക്കുൽ മൗത്തിന് തെറ്റിപ്പോകുന്നതല്ല, മറിച്ച് നമ്മുടെ ആയുസ് വന്നെത്തിയാൽ കൃത്യമായി നമ്മുടെ ഈ റൂഹ് അത് നമ്മെ വേർവിട്ട് വിട പറഞ്ഞു പോകും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുക. അശ്രദ്ധയിലായി നടക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഇന്ന് മരിക്കും എന്ന് വിവരം കിട്ടിയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മൾ ഓടും, നമ്മൾ പണിയെടുക്കും, നമ്മൾ ഒരുപാട് ക്ഷീണിക്കും, കഷ്ടപ്പെടും. അവസാന നിമിഷത്തിൽ രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിലായിരിക്കും നാം. അതെ, ഓരോ സമയവും അത് ധാരാളമായി ചിന്തിക്കാനാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അക്സിറു, നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് യാനി അൽ മൗത്ത്, എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന കാര്യത്തെ അഥവാ മരണത്തെ, അതിനെക്കുറിച്ച് ധാരാളമായി ചിന്തിക്കാനാണ് പറഞ്ഞത്. അത് പല തവണ പല സന്ദർഭങ്ങളിൽ ദിനേന ദിക്റുകളിലും ദുആകളിലുമായി നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന്റെ അർത്ഥവും ആശയവും പലപ്പോഴും ചിന്തിക്കാത്തത് കൊണ്ടാണ് പ്രിയമുള്ളവരെ നമുക്കത് ബോധ്യപ്പെടാത്തത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഹൃദയം നന്നാവാനുള്ള രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങളാണിത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞത് എല്ലാറ്റിൻ്റെയും മുകളിൽ നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുക, നമ്മുടെ മരണത്തെക്കുറിച്ച് ആലോചിക്കുക. അശ്രദ്ധയിൽ നിന്നും തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ അത് നമ്മെ സഹായിക്കുമെന്നതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. എല്ലാവിധ അശ്രദ്ധകളിൽ നിന്നും തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ തെറ്റുകുറ്റങ്ങളും ന്യൂനതകളും കുറവുകളും വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക്, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫാവും തുറവിയും ആശ്വാസവും നൽകുമാറാവട്ടെ.
നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വർഹംനാ. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم مزق ملك الكافرين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم إنا نسألك الهدى والتقى والعفاف والغنى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.